ജേണൽ ചെയ്യാൻ ബുക്കില്ല, ജേണൽ സപ്ലൈസ് ഇല്ല, അതില്ല ഇതില്ല ഇങ്ങനെയല്ല അങ്ങനത്തെ വാഷിംഗ് ടേപ്പില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് പോവാം, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇനി ഒരു പേനേൻ്റെ പോലും ആവശ്യം നമുക്കില്ല. അതിനായിട്ട് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, ഒരു പ്ലസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കിട്ടും. അതിൽ കോളേജസ് എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജേണൽ ചെയ്യാനുള്ള പേപ്പർ കിട്ടും. ഇനി എന്താ, നമുക്കിതിൽ ജേണൽ ചെയ്യാനുള്ള സപ്ലൈസ് വേണം. അതിനൊരു സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ ഒരു പിങ്ക് തീമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിങ്ക് തീമിൽ എനിക്ക് എന്തൊക്കെ വേണോ അതിനനുസരിച്ച് ഞാൻ ഓരോന്ന് സെർച്ച് ചെയ്തിട്ട് എടുത്തോട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി വെറുതെ ജേണൽ സപ്ലൈസും കാര്യങ്ങളൊന്നും മേടിച്ച് കഴിഞ്ഞ് വെറുതെ പൈസ കളയണ്ട. ഇനി ഇവിടെ പിൻട്രസ്റ്റ് ആപ്പ് നമുക്ക് ഇങ്ങനത്തൊക്കെ ഓപ്ഷൻ തരുന്നുണ്ട് കേട്ടോ. ഇതിലില്ലാത്തതായിട്ടുള്ള ഒന്നുമില്ലടോ. നിങ്ങൾക്ക് എന്ത് സെർച്ച് ചെയ്യാൻ അറിഞ്ഞാൽ മതി. സെർച്ച് ചെയ്യാനും അറിയണമെന്നില്ല. നിങ്ങളിപ്പോൾ ഏത് തീമാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു തീമിൻ്റെ ഇപ്പം ഞാനിവിടെ പിങ്ക് തീമാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പിങ്ക് തീം ഐറ്റംസ് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. അല്ലെ പിങ്ക് തീം ജേണൽസ് സപ്ലൈസ് എന്ന് അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നോളം സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ ഈ ഒരു ജേണൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതും ഇത് പിന്നെ അവസാനിപ്പിക്കുന്നതും കുറേ ടൈം എടുത്തു കേട്ടോ. കാരണം നമുക്കിതിൻ്റെ ഏത് വെക്കണം, ഏതെടുക്കണം, ഏതൊട്ടിക്കണം, എന്ത് സെർച്ച് ചെയ്യണം, ഇത് വെക്കണോ വേണ്ട ഡിലീറ്റ് ആക്കും, വേറെ വെക്കും അതും വേണ്ട ഡിലീറ്റ് ആക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പണികൾ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്ന് കാണും, അത് നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, നമ്മൾ വെക്കും. വീണ്ടും നോക്കുമ്പോൾ അതിന് നല്ലത് കാണും, അത് വെക്കും. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇതിൽ വരുന്നുണ്ട്. അതാണ് ഈ ഒരു പിൻട്രസ്റ്റ് ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഏത് വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ അതാണ്. അപ്പോൾ ഏതായാലും ഞാൻ കുറേയൊക്കെ ഇതാക്കി പിന്നെ എനിക്ക് തോന്നി ഏതായാലും വീഡിയോ എടുക്കാനല്ലേ. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വെക്കാൻ. അപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയോ ഏതൊക്കെയൊക്കെയോ എന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ വെച്ചതൊക്കെ അത്യാവശ്യം നല്ല രസമുള്ളതാണ് കേട്ടോ. ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങളിവിടെ ആഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം ആഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം ഫുള്ളായിട്ട് ഒരു എന്താ പറയുക പാമ്പ് ഒഴുകി പോകുന്ന പോലെ സാധനം നിങ്ങൾക്ക് കാണാം. അത് ഫുള്ളായിട്ട് പോയതിന് ശേഷം മാത്രം ആഡ് നിൽക്കുക, ഇല്ലെങ്കിൽ അത് പൂവിൻ്റെ പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതന്നെ എഡിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത സ്റ്റിക്കറിന് തന്നെ റൊട്ടേഷൻ ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് തന്നെ അതിൽ തന്നെ എടുക്കാം. അങ്ങനത്തെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ഓരോരോ ഫോണ്ടൻസ് ഉണ്ട്, ആ ഫോണ്ടൻറ്റ് യൂസ് ചെയ്യാം. പിന്നെ കളേഴ്സ് ഉണ്ട്. പിന്നെ അതിൽ തന്നെ കുറേ പേനകൾ അവൈലബിൾ ആണ്. മാർക്കർ റബ്ബർ, ഇത് നമ്മൾ ആ പേന യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നത് തന്നെ ഇറേസർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഏതിലായിട്ട് തന്നെ നിങ്ങൾക്ക് ക്യാമറേൻ്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ജേണൽ ചെയ്യാവുന്നതാണ്. ഗാലറിയിൽ ഫോട്ടോസ് എടുക്കാവുന്നതാണ് കേട്ടോ. ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ സേവ് ആക്കുക, നെക്സ്റ്റ് എന്ന് അടുക്കുക, സേവ് ആവട്ടോ. പിന്നെ കഴിഞ്ഞ് നിങ്ങൾ ചെയ്ത് ജേണൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ആക്കി വെക്കില്ലേ, അതിൽ കയറിയിട്ട് നിങ്ങൾ കോളേജസ് എന്നുള്ള ഓപ്ഷൻ നിൽക്കിയാൽ മതി കേട്ടോ.